നമുക്കൊരു ഇമ്മീഡിയറ്റ് ഒരു അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ പറ്റും. ഈ ഇമ്മീഡിയറ്റ് അറ്റൻഷൻ നമ്മൾ ഗ്രാബ് ചെയ്തത് നമ്മളെ ഒരുപാട് ഉപകരിക്കും. ലോ നമ്പർ 6 ഓഫ് 48 laws of power. കോട്ട് അറ്റൻഷൻ അറ്റ് എനി കോസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നമ്മൾ പറയില്ലേ, സ്റ്റാൻഡ് ഔട്ട് ഫ്രം ദി ക്രൗഡ് എന്നൊക്കെ പറയില്ലേ. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പിയറൻസ്. നമ്മളൊരു ക്രൗഡിലേക്ക് ചെന്ന് കയറാൻ നേരത്ത് നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളതൊന്നുമില്ല. ഇപ്പോൾ എല്ലാവരും സ്യൂട്ടപ്പ് ചെയ്ത് പോയിട്ടുള്ള ഒരു ഇവന്റിലേക്ക് നമ്മളും ജസ്റ്റ് അതേപോലെ ഒരു ഷൂട്ടും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഡിസ്റ്റിങ്വിഷ് ചെയ്ത് നിർത്തുന്ന ഒരു ഫാക്ടറൊന്നും കാര്യങ്ങളൊന്നും വിസിബിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരു കാര്യത്തിലാണ് നമ്മൾ പ്രീവിയസ് ആയിട്ട് ഒരു ഹോംവർക്ക് ചെയ്തിട്ട് എങ്ങനെയുള്ള ആൾക്കാരാണ് വരുന്നത്, അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളും ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും, അതിൽ നിന്നൊക്കെ എനിക്ക് എങ്ങനെ കുറച്ചൊരു ചേഞ്ചും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം എന്ന് സ്പെസിഫിക്കലി നമ്മൾ തിങ്ക് ചെയ്തതിന് ശേഷം മാത്രം ഒരു ഇവന്റിലേക്കോ അല്ലെങ്കിൽ ഒരു ക്രൗഡിന്റെ ഇടയിലേക്കോ നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇമ്മീഡിയറ്റ് ഒരു അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ പറ്റും. ഈ ഇമ്മീഡിയറ്റ് അറ്റൻഷൻ നമ്മൾ ഗ്രാബ് ചെയ്തത് നമ്മളെ ഒരുപാട് ഉപകരിക്കും പല പല കാര്യങ്ങളും. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയൊരു ക്രൗഡാണ്, ആർക്കും പ്രത്യേകിച്ച് അറിയില്ല, പക്ഷെ എല്ലാവരും ഒരാളെ ശ്രദ്ധിക്കുന്നു. ആ ഒരാളെ നിങ്ങളായി മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാനായി മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്മളൊരു മീറ്റപ്പ് നടത്താൻ നേരത്തെ എല്ലാവരും ശ്രദ്ധിച്ചുള്ള ഒരാളായി. അപ്പൊ നമ്മൾക്ക് എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ അറ്റൻഷൻ ഇസ് ദ ഗെയിം കംപ്ലീറ്റ്ലി.